അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്കല്ലാഹു കനിഞ്ഞേകിയ ഏറ്റവും വലിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം അതിനു വേണ്ടി തന്നെയാണ് കഷ്ടപ്പെടുന്നതും സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകൾക്കും സുഗമമായ രീതിയിൽ അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് നാം അന്യ ദിക്കുകളിലും മറ്റുമായി ജോലി ചെയ്യുന്നു. ആ മഹത്തായ അനുഗ്രഹം നിലനിർത്തി കൊണ്ടുപോകാൻ തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് കിട്ടിയാൽ അത് പാലിക്കേണ്ട മര്യാദകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കുട്ടികളിലും അതുപോലെ തന്നെ നമുക്കും പരിശീലിക്കാൻ പറ്റുന്ന ഭക്ഷണ മര്യാദകളാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ പാലിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നാം ജീവിതത്തിൽ പകർത്തിയെന്ന ഒരു മഹത്വവും നമുക്ക് ലഭിക്കും. ഒപ്പം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ഫലവത്താണ്. ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹത്തായ ഈ മര്യാദകൾ നാം ആദ്യം പാലിക്കുകയും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ ശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനുള്ള കാരണമാകുന്നതാണ്. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുന്നത്. വലത് കൈ കൊണ്ട് തിന്നാനും ബിസ്മി ചൊല്ലി തുടങ്ങാനും നാം ആദ്യം പരിശീലിക്കുകയും നമ്മുടെ ബന്ധപ്പെട്ടവരുമായി അത് പരിശീലിപ്പിക്കാനും നാം തയ്യാറാകണം, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ. രണ്ടാമത്തെ മര്യാദയാണ് തൊട്ടടുത്ത ഭാഗത്ത് നിന്നും നാം ഭക്ഷിക്കുക. ഭക്ഷണം ഒരു തളികയിലാണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് തിന്നുക. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൽ മാ യലീക്, നിന്നോട് അടുത്ത ഭാഗം ഏതാണോ അവിടുന്ന് നീ ഭക്ഷിക്കുക. എല്ലാത്തിൽ നിന്നും നാം അപമര്യാദയായി കൊണ്ട് ഭക്ഷണം വിളമ്പി വേസ്റ്റാകുന്ന ഒരു സന്ദർഭം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തേത്, മറ്റുള്ളവർ തുടങ്ങുന്നതിന് മുമ്പ് നാം ഒരു സദസ്സിലാണ് എങ്കിൽ മറ്റുള്ളവർ തുടങ്ങുന്നതിന് മുമ്പ് നാം ഭക്ഷണം കഴിക്കൽ തുടങ്ങാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും തുടങ്ങിയതിന് ശേഷമാണ് നമ്മളെല്ലാവരും തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഒപ്പമാണ് തുടങ്ങേണ്ടത്. നാം ആദ്യം മുന്നിട്ടിരുന്നു കൊണ്ട് നമ്മുടെ കാര്യം സാധിപ്പിച്ചെണീറ്റ് പോരൽ എന്നുള്ള ഒരു മര്യാദ ഉണ്ടാവാൻ പാടില്ല. നാലാമത്തേത്, ഭക്ഷണത്തിലേക്കും തിന്നുന്നവരിലേക്കും കണ്ണ് നട്ട് നോക്കാതിരിക്കുക. നാം തുറിച്ചു നോക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതെടുത്ത് കഴിച്ച് ബാക്കിയുള്ളത് അവിടെ ഭദ്രമായി സൂക്ഷിക്കുക എന്നതാണ് പറയാനുള്ളത്. ആളുകൾ അവർക്ക് വേണ്ട അത്ര ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് വൃത്തിയോടുകൂടെ അതിൻ്റെ മര്യാദകളോട് പാലിച്ച് നാം അതിനോടൊരു നീതി പുലർത്തുക. മറ്റുള്ളവരെത്രയാണോ കഴിക്കുന്നതെന്ന് നമ്മൾ ഒരു കൺതുറിച്ചുള്ള നോട്ടം നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അഞ്ചാമത്തേത്, ഭക്ഷണം സാവധാനത്തിലാണ് കഴിക്കേണ്ടത്. ഒരിക്കലും വേഗത കൂട്ടി ഭക്ഷണം കഴിക്കാൻ പാടില്ല. മാത്രവുമല്ല, അത് ആരോഗ്യത്തിന് വളരെ പ്രയാസകരവുമാണ്. അതുപോലെ തന്നെ നല്ലവണ്ണം ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, നല്ലവണ്ണം ചവച്ചരച്ച് ഏത് ഭക്ഷണവും കഴിക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ദഹനത്തിന്, ആരോഗ്യ ഗുണത്തിനത് വലിയ ഉപയോഗമാണ്. ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് വളരെയധികം ഫലവത്തായ രീതിയാണ്. അതുപോലെ തന്നെ വസ്ത്രത്തിലും കയ്യിലും പുരളുന്നത് സൂക്ഷിക്കണം.
നാം ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ മര്യാദയോടുകൂടെ അതവോടുകൂടെ അതിലേക്ക് ശ്രദ്ധിച്ച് കഴിക്കുക. നാം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ കയ്യിലോ അനാവശ്യമായിട്ട് പുരളുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി നാം മാറ്റേണ്ടതുണ്ട്. അത് നമ്മൾ മറ്റുള്ളവർക്കും പകർന്നു നൽകുക. എട്ടാമത്തേത്, ചിലപ്പോഴെങ്കിലും കൂട്ടാനില്ലാതെ ഭക്ഷിപ്പിക്കുക. കാരണം എപ്പോഴും നമ്മുടെ ജീവിതാവസ്ഥ നമുക്ക് പ്രായോഗികമാവുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആഡംബരമായി കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതില്ലാതെ വരുന്ന സമയത്ത് വളരെ പ്രയാസകരമാകും. ചില സമയത്തെങ്കിലും ഭക്ഷണമില്ലാതെ നാം അത് പരിശീലിപ്പിച്ചാൽ ഉള്ള സമയത്ത് നല്ല സന്തോഷത്തോടു കൂടെ കഴിക്കാമെങ്കിലും ഇല്ലാത്ത സമയത്ത് നമുക്ക് അത് ഇറങ്ങാൻ പ്രയാസമാവുകയില്ല. കാരണം നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് പാഠം പഠിച്ച് ഉള്ള സമയത്ത് നല്ലതുപോലെ ഭക്ഷിക്കുക. ഉള്ള സമയത്ത് നല്ലതുപോലെ ഭക്ഷിക്കാൻ അവസരം കിട്ടിയിട്ടും ചില ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് നമ്മൾ പ്രയാസപ്പെട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ചോറ് തിന്നുന്ന സമയത്ത് നമുക്ക് കൂട്ടാനില്ലാതെ ഇറങ്ങുന്ന ഒരവസ്ഥ വളരെ പ്രയാസകരമാകും. അപ്പോൾ ചിലപ്പോഴെങ്കിലും നാം ആ ഒരു പരിശീലനം ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത സമയത്തും വളരെ സുഗമമായി അതിനെ നേരിടാൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ മക്കളിലും ആ ഒരു ശീലം ഉണ്ടാക്കണം. ചിലപ്പോഴെങ്കിലും കൂട്ടാനില്ലാതെ ഭക്ഷിപ്പിക്കണം. കാരണം പട്ടിണിയും ദാരിദ്ര്യവും പടച്ച റബ്ബിൻ്റെ